വാഴയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പച്ച വാഴയ്ക്ക അതുപോലത്തെ നാടൻ വാഴയ്ക്ക അങ്ങനെ കിട്ടാറില്ല. കിട്ടുമ്പോൾ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വരും. വാങ്ങിച്ച് മെഴുക്കുവരട്ടി വയ്ക്കുകയോ തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതും കുറച്ച് കൂടുതലെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലത്തെ നാടൻ വാഴയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം, പിന്നെ വെറുതെ പുഴുങ്ങിയാൽ കഴിക്കാം, നാടുമടിക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാം, പിന്നെ എന്താ പറയണ്ടേ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അങ്ങനെ ഈ വാഴയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു സ്പെഷ്യൽ ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പേരി വറക്കുന്ന വാഴയ്ക്ക. അപ്പോൾ ഇന്ന് നമ്മളിതുകൊണ്ടൊരു മെഴുക്കുവരട്ടിയാണ് വെക്കാൻ പോകുന്നത്. തോലൊന്ന് ചീവിയെടുക്കാം. മുഴുവനായിട്ടൊന്നും നമ്മൾ കളയത്തില്ല കേട്ടോ. ഉപ്പേരി വറക്കുന്നിടത്തുനിന്ന് ഞാൻ ഇതിൻ്റെ തോലെടുത്തുകൊണ്ട് ഒന്ന് തോരൻ വയ്ക്കാറ് വരെ ഉണ്ട്. അത്ര നല്ലതാണ് അതിൻ്റെ തോല് തോരൻ വയ്ക്കാൻ. ഞാനിത് ഇതുപോലെയാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലിട്ട് പച്ചമുളകും സവാളയും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് പൊടിഞ്ഞു പോത്തൊന്നുമില്ല കേട്ടോ, വാഴയ്ക്കയല്ലേ, ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. വേവിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ചീനച്ചട്ടിയിൽ എണ്ണയ്ക്ക് നേരിട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ഒരു രുചിയായിരിക്കും. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഇനി ഇച്ചിരി ഉപ്പും കൂടി. ഉപ്പൊക്കെ അപ്പം നന്നായിട്ട് പിടിച്ചിരിക്കും. ഉപ്പുമെല്ലാം നല്ലപോലെ പിടിച്ചിട്ടിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. ഇത്തിരി മുളക് പൊടിയും കൂടി ഇടാം. ഇതുപോലെ നിരത്തിയിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഇത്രയും മൊരിഞ്ഞാൽ മതി. ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ അത് ചെറിയ തീയിലിട്ടോളും, കുഴപ്പമില്ല. പക്ഷേ ഞാനിതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഞാൻ തീ നിർത്തവാണേ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അറിയാൻ വയ്യാത്തവരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.